വർക്ക് ചെയ്യുന്ന അതുപോലെ തന്നെ കുറെ നേരം ഇങ്ങനെ ഇരുന്നിട്ട് സിറ്റിംഗ് ജോബ് ഉള്ള ആൾക്കാർ, ഓഫീസ് വർക്ക് ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ഇപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെ ഒരേ ഇരിപ്പിൽ നിന്നിട്ട് കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ്, ഇവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, മാക്സിമം നിങ്ങളുടെ ജോബ് അതാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിന്റെ ഒരു ഭാഗമാണത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 20 മിനിറ്റ്സ് ഒക്കെ അതിന്റെ ഒക്കെ ഇടയിൽ നടക്കാൻ നോക്കുക. ഓഫീസിലാണെങ്കിൽ പോലും ഒന്ന് നടക്കാൻ നോക്കുക. ഡ്രൈവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വണ്ടി ഒതുക്കിയിട്ടൊന്ന് എണീറ്റ് നടക്കുക. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സർക്കുലേഷൻ കൂട്ടാനാണ്. അതുപോലെ തന്നെ നല്ല പോലെ നിങ്ങൾ കാർഡിയാക് വർക്കൗട്ട് നല്ലപോലെ ചെയ്യുക. കാരണം നമ്മൾ ഈ ഒരു വർക്കിൽ കയറിയതിന് ശേഷം, ഞാനിപ്പോൾ ഈ ഒരു വർക്കിൽ കയറിയതിന് ശേഷം ഒരുപാട് ആൾക്കാർക്ക് സ്ട്രെസ് കാരണം അല്ലെങ്കിൽ ഒരുപാട് സിറ്റിംഗ് പോസ്റ്ററിൽ പോയതുകൊണ്ട് ഇപ്പൊ പണ്ടത്തെ പോലെ ആ ഒരു 50 ഇയേഴ്സ് ഒന്നും വേണ്ട സ്ട്രോക്ക് വരാൻ. ഇപ്പൊ ഒരു 25 ഇയേഴ്സ്. ഇപ്പോൾ ലാസ്റ്റ് എനിക്കുണ്ടായിരുന്ന പേഷ്യന്റ് 31 ഇയേഴ്സ് ആണ് നമുക്ക് സ്ട്രോക്ക് വന്നത്. IT ഫീൽഡ് ആയിരുന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. മാക്സിമം നിങ്ങൾ ഇതെന്ന് വെച്ചാൽ സിറ്റിംഗ് ആണ്, ഇരുന്നുകൊണ്ട്. ഇപ്പോൾ ചിലർ പറയും ഞാൻ പുറത്തുള്ള ഫുഡൊന്നും കഴിക്കില്ല, പക്ഷെ നിങ്ങൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഇരുന്ന് നിങ്ങളെ പോസ്റ്റിൽ ഇരിക്കുക, വർക്ക് ചെയ്യുക, എനിക്ക് പോയി ഫുഡ് കഴിക്കുക, വീണ്ടും വന്നിരിക്കുക, ആ ഒരു പോസ്റ്റർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്ന് നിങ്ങൾ നല്ല കാർഡിയാക് വർക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആ സ്റ്റൂപ്പിഡ് പോസ്റ്ററിന് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. നിങ്ങൾ സെർവിക്കലിന് ലോഡ് കൊടുക്കാണ്ടിരിക്കുക, ഡിസ്ക് ബൾജ് വരുത്താണ്ടിരിക്കുക. ഈ 3 കാര്യങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. ഇരുന്നിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരോടും പറയാനുള്ളതാണ്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് സ്ട്രോക്ക്. അപ്പൊ അത് വരാണ്ടിരിക്കാനും എനിക്കും ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൂടുതലും ആക്റ്റീവ് ആയിട്ടിരിക്കുക, നല്ലപോലെ വർക്കൗട്ട് ചെയ്യുക, കാർഡിയാക് വർക്കൗട്ട് പ്രത്യേകിച്ച് നല്ലപോലെ ചെയ്യുക.